ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈശ്വരൻ എന്നൊരു സത്തയുണ്ട് എന്ന് നാം എല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രപഞ്ചം, ഭക്തൻ എന്നിങ്ങനെയുള്ള സത്തയുമുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. നാം ആഹാരം കഴിക്കുന്നത് ത്യജിച്ചുകൊണ്ട് അഥവാ ത്യാഗബുദ്ധിയോടുകൂടി വേണമെന്നാണ് വേദങ്ങൾ പറയുന്നത്. കേവലം ആഹാരം കഴിച്ചാൽ മാത്രം പോരാ എന്നും മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് ഭുജിക്കണമെന്നുമാണ് ഋഗ്വേദ മതം. മറ്റാർക്കും നൽകാതെ ഭുജിക്കുന്നവൻ പാപമാണ് ഉണ്ണുന്നത് എന്നാണ് വേദങ്ങളിൽ പറയുന്നത്. അത് എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് പറയുകയാണ് പ്രസാദങ്ങളിലൂടെ. യജ്ഞശിഷ്ടമായിട്ട് വേണം ഭക്ഷണം, അല്ലെങ്കിൽ യജ്ഞം ചെയ്തതിന്റെ പ്രസാദം മാത്രമേ കഴിക്കാവൂ എന്നാണ് ഗീതയിൽ പറയുന്നത്. ഈശ്വരന് നിവേദിക്കുന്ന സമയത്ത് ഈശ്വരൻ അത് ഭുജിക്കുന്നു. ഈശ്വരൻ ഭുജിക്കുന്നതോടെ ഈശ്വരാംശം നിവേദ്യത്തിൽ വന്നു ചേരുന്നു. അപ്രകാരം ഈശ്വരാംശം കൊണ്ട് പരിശുദ്ധ ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ മൈത്രിയാദി വാസനാലഭ്യ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം നമ്മൾ വിശദീകരിച്ചു. മൈത്രി മുതലായ വാസനകളാൽ പ്രാപിക്കപ്പെടുന്നവൾ, സദ്വാസനകളാൽ പ്രാപിക്കപ്പെടുന്നവൾ, മൈത്രി, മുദിത, ഉപേക്ഷ, കരുണ എന്നൊക്കെയുള്ള ഗുണങ്ങൾ വളർത്തിയെടുത്താൽ ദേവിയുടെ അനുഗ്രഹം കിട്ടും എന്നാണ് നമ്മൾ കേട്ടത്. നമ്മുടെ മരിച്ചുപോയ ഭാരത് രത്ന MS സുബ്ബലക്ഷ്മി ഒരിക്കൽ UN അസംബ്ലിയിൽ ഒരു പാട്ട് അവതരിപ്പിച്ചു. അത് പുതിയതായിട്ടുണ്ടാക്കിയ പാട്ടാണ്. അത് കാഞ്ചി പരമാചാര്യരാണ് ആ പാട്ട് ഉണ്ടാക്കിയത്. ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളാണ് അത് ഉണ്ടാക്കിയത്. ആ പാട്ട് ഇങ്ങനെയാണ്. അത് മൈത്രിയെ വളർത്തണമെന്നാണ് ആ പാട്ടിൻ്റെ തുടക്കം. മൈത്രീം ഭജത അഖിലഹൃദ്ജേത്രീം ആത്മവദേവ പരാനപി പശ്യത യുദ്ധം തജത സ്പർദ്ധാം തജത തജത പരേഷു അക്രമം ആക്രമണം ജനനീ പൃഥിവീ കാമദുഗാസ്തേ ജനകോ ദേവ സകലദയാലു ദാമ്യത ദത്ത ദയത്വം ജനതാഹ ശ്രേയോ ഭൂയാത് സകലജനാനാം എന്നാണ് ആ പാട്ട്. അതിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം ഇതാണ്: എല്ലാവരും മൈത്രീഭാവം, മൈത്രിയെ ഭജിക്കുക, പരസ്പര സ്നേഹഭാവം ഉണ്ടാക്കുക, ഒരുത്തരിൽ ഒരുത്തർ കരുണയുള്ളവരായിരിക്കുക. അഖിലഹൃദ്ജേത്രിയും, അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മനസ്സിനെ ജയിക്കാൻ സാധിക്കുന്നത്. ഈ മൈത്രീഭാവമാണ് ഈ പ്രപഞ്ചത്തിലുള്ളൊരു ഹൃദയത്തെ വെല്ലുന്ന ഒരു സ്വഭാവം. ആത്മവദേവ പരാനപി പശ്യത, തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെ കാണുക. യുദ്ധം തജത, പരസ്പരമുള്ള തമ്മിത്തല്ലൽ, അതുപോലെ രാഷ്ട്രത്തോടു കൂടി യുദ്ധം ചെയ്യൽ. സ്പർദ്ധയെ ത്യജിക്കുക, വെറുപ്പിനെ ത്യജിക്കുക. തജത പരേഷു
ആക്രമണം, മറ്റുള്ളവരെ ആക്രമിക്കുന്നതെയും അക്രമത്തെയും ത്യജിക്കുക. മറ്റുള്ളവരോട് ഹിതമായിട്ടും അവർക്ക് സുഖമുണ്ടാക്കുന്ന പ്രവൃത്തികളും ചെയ്യുക. ജനനീ പൃഥിവി കാമദുഗാസ്തി, ഈ പൃഥിവിയാണെങ്കിൽ എല്ലാവർക്കും എന്തും കൊടുക്കാനുള്ള കാമധേനുവാണ്. ജനകോ ദേവ പരമദയാളു, ഇതിനെ ഉണ്ടാക്കിയ ജനകൻ പരമേശ്വരൻ പരമദയാളുവാണ്. ദാമ്യത, ഇന്ദ്രിയ നിയന്ത്രണം വരുത്തുക, മനസ്സിനെ നിയന്ത്രിക്കുക. ദത്ത, ദാനം ചെയ്യുക. ദയത്വം, ദയ കാണിക്കുക. ശ്രേയോ ഭൂയ സകല ജനാനം, എല്ലാ ജനങ്ങൾക്കും ശ്രേയസ് ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. വളരെ ആഴമേറിയ വരികളാണ് ഇതിലുള്ളത്. ഉപനിഷത്തിൻ്റെ എന്ത് പറയുന്നു, ആ ഒരു സന്ദേശമാണ് ഇതിലുള്ളത്. ഈ പാട്ട് UN അസംബ്ലിയിൽ ഭാരതരത്ന ഡോക്ടർ MS സുബ്ബലക്ഷ്മി പാടി. വലിയ അപ്രിസിയേഷനാണ്, വലിയൊരു എല്ലാവർക്കും അത് സന്തോഷമുണ്ടാക്കി. അങ്ങനെ മൈത്രിയാദി വാസനാലഭ്യയാണ് ദേവി. മൈത്രി മുതലായ വാസനകളെ വളർത്തുന്നതും അത് ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് സന്തോഷിക്കുന്നതും അതുകൊണ്ട് പ്രാപ്യയുമാണ് ദേവി എന്നാണ് മൈത്രിയാദി വാസനാലഭ്യ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. 26-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചിന്തിച്ചു വെച്ചു. ഇനി 32-ാമത്തെ ശ്ലോകത്തെ നമുക്ക് ചിന്തിക്കാം. ആ 32-ാമത്തെ ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം. താമസാച്ഛ വികുർവാണാത് ഭഗവത് വീര്യചോദിതാത് ശബ്ദമാത്രമഭൂൽ തസ്മാത് നഭശ്രോത്രം തു ശബ്ദകം. ഇനി അർത്ഥത്തിലേക്ക് വരാം. ഇപ്പം നമ്മൾ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി എന്ന് പറഞ്ഞു. രാജസിക അഹങ്കാരത്തിൽ നിന്ന് ബുദ്ധിയും കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയ സമൂഹവും പ്രാണനും ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനി താമസിക അഹങ്കാരത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടായത് എന്നത് പറഞ്ഞു വരികയാണ്. അവിടെ സാത്വിക അഹങ്കാരം ജ്ഞാനശക്തിയാണ്. ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന മനസ്സാണ് സാത്വിക അഹങ്കാരത്തിൽ നിന്നുണ്ടായത്. രാജസിക അഹങ്കാരം ക്രിയാശക്തിയാണ്. ക്രിയകൾ ചെയ്യുന്നതിനായി കൊണ്ടുള്ള കാരണങ്ങളായ ഇന്ദ്രിയങ്ങളാണ് ക്രിയാശക്തിയിൽ നിന്നുണ്ടായത്. അതേപോലെ പ്രാണൻ, ക്രിയകൾ ചെയ്യിപ്പിക്കുന്ന ബുദ്ധി. ഇവിടെ താമസിക അഹങ്കാരം ദ്രവ്യശക്തിയാണ്. അതുകൊണ്ട് തന്നെ ദ്രവ്യങ്ങളാണ് ഈ താമസിക അഹങ്കാരത്തിൽ നിന്നുണ്ടാവുന്നത്. ദ്രവ്യാത്മകമായ ഈ പ്രപഞ്ചം താമസിക അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്നു, ദ്രവ്യശക്തിയിൽ നിന്നുണ്ടാകുന്നു. അത് എങ്ങനെ ഉണ്ടാകുന്നു? താമസാച്ച വികുർവാണാത് ഭഗവൽ വീര്യചോദിതാത് വികുർവാണാത് താമസാത്. താമസ അഹങ്കാരത്തിൽ നിന്ന്, എങ്ങനെയുള്ള താമസ അഹങ്കാരത്തിൽ നിന്ന്? ഭഗവൽ വീര്യചോദിതാത് വികുർവാണാത്, ഭഗവാന്റെ വീര്യത്തെ കൊണ്ട് പ്രചോദിപ്പിക്കപ്പെട്ട, അതുവഴി വികാരം സംഭവിച്ച താമസാത്, താമസിക അഹങ്കാരത്തിൽ നിന്ന്. ശബ്ദമാത്രം അഭൂത്, എന്തുണ്ടായി? ശബ്ദമാത്രം ഉണ്ടായി. ശബ്ദം എന്ന സൂക്ഷ്മ രൂപം ഉണ്ടായി, ഭൂതസൂക്ഷ്മം ഉണ്ടായി. ഈ ഭൂതസൂക്ഷ്മത്തിനാണ് തന്മാത്ര എന്ന് പറയുക. അപ്പോൾ ദ്രവ്യാത്മക പ്രപഞ്ചത്തിൻ്റെ ആരംഭമായി ഉണ്ടായത് ശബ്ദം ആണ്. നമ്മൾ ഈ കാണുന്ന കേൾക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായ പ്രപഞ്ചത്തിൻ്റെ ആരംഭം ശബ്ദത്തിൽ നിന്നാണ്. ശബ്ദത്തിൽ നിന്ന് ഇതാ ഈ പ്രപഞ്ചം, ദ്രവ്യാത്മക പ്രപഞ്ചം ഉണ്ടായി. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താകുന്നു? താമസിക അഹങ്കാരത്തിൽ നിന്ന്, വികാരം സംഭവിച്ച താമസിക അഹങ്കാരത്തിൽ നിന്ന് സൂക്ഷ്മഭൂതമായ ശബ്ദം എന്ന തന്മാത്രയുണ്ടായി. ആ ശബ്ദത്തിൽ നിന്ന് തസ്മാത് നഭഹാച, ആകാശം ഉണ്ടായി. നഭഹാച അഭൂത്, ആകാശം ഉണ്ടായി. ശബ്ദകം തു ശ്രോത്രം, ഈ ശബ്ദം എന്ന ഭൂതസൂക്ഷ്മത്തെ ഗ്രഹിക്കുവാനുള്ള ഇന്ദ്രിയം ശ്രോത്രം എന്നുള്ളതാകുന്നു, ചെവി ആകുന്നു. അപ്പോൾ കൂട്ടി പറയുകയാണെങ്കിൽ, സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ,
വികാരം സംഭവിച്ച ദ്രവ്യശക്തിയിൽ നിന്ന്, താമസികാഹങ്കാരത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി. ശബ്ദാതു വ്യോമ, ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി. അപ്പം ആകാശത്തിൻ്റെ ഗുണം ശബ്ദം എന്നുള്ളതാണ്. ശബ്ദമാണ് പ്രപഞ്ചോൽപത്തിക്ക് കാരണം എന്നത് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലൊക്കെ ആചാര്യസ്വാമികൾ പലയിടത്ത് പറയുന്നുണ്ട്. അപ്പം ശബ്ദത്തിൽ നിന്ന് ശബ്ദം എന്ന ഗുണത്തോടു കൂടിയ ആകാശം ഉണ്ടായി. ഈ ശബ്ദം സൂക്ഷ്മഭൂതമാണെങ്കിൽ സൂക്ഷ്മഭൂതമായ ശബ്ദത്തിൻ്റെ സ്ഥൂലഭൂതമാണ് ആകാശം, സ്ഥൂല ഭാവമാണ് ആകാശം. ഇപ്രകാരം ഇനി അങ്ങോട്ടേക്ക് ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. സ്പർശം എന്ന സൂക്ഷ്മഭൂതത്തിൻ്റെ സ്ഥൂല ഭാവമാണ് വായു എന്നറിയേണ്ടതാണ്. ഇനി അങ്ങോട്ടേക്കൊക്കെ അങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. തന്മാത്രകൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ 5 തന്മാത്രകൾ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളാണ് എന്നറിയണം. അപ്പോൾ ഇവിടെ ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി. ഈ ശബ്ദത്തെ ഗ്രഹിക്കുവാനുള്ള ഇന്ദ്രിയം ശ്രോത്രം ആണ് എന്ന് പറഞ്ഞു. ഇനി ശബ്ദത്തിൻ്റെ, ആകാശത്തിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ പറയുകയാണ്. ഇനി ഒരു ക്രമമായിട്ടാണ് മുന്നോട്ടേക്ക് പോവുക. അതായത് ആദ്യം തന്മാത്രയുടെ ഉൽപ്പത്തിയെ പറയും, ഭൂതസൂക്ഷ്മത്തിൻ്റെ ഉണ്ടാകലിനെ പറയും, പിന്നെ ആ സൂക്ഷ്മഭൂതത്തിൻ്റെ ലക്ഷണങ്ങളെ പറയും. ആ സൂക്ഷ്മഭൂതം സ്ഥൂലഭൂതമാകുമ്പോൾ ആ സ്ഥൂലഭൂതത്തിൻ്റെ ലക്ഷണങ്ങളെ പിന്നീട് പറയും. ഈ ഒരു ക്രമത്തിലാണ് ഇനി അങ്ങോട്ടേക്ക് സൃഷ്ടിയെ പറഞ്ഞു പോകുന്നത്. ആയത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാവുന്നതാണ്. വാസ്തവത്തിൽ ബ്രഹ്മം എന്നുള്ളത് ഉപാസനയുടെ വിഷയമേ ആയിട്ട് പറയുന്നില്ല. ഉപാസനയുടെ വിഷയമായ ബ്രഹ്മം, അതിനെ സാകാരമായ ബ്രഹ്മം അല്ലെങ്കിൽ സഗുണം ബ്രഹ്മത്തെ മാത്രമേ നമുക്ക് ഉപാസിക്കാൻ സാധിക്കുകയുള്ളൂ. ഉപാസന, ധ്യാനം, ജപം, പൂജ എന്നൊക്കെ പറയുന്നത് ഗുണത്തോടു കൂടിയ അല്ലെങ്കിൽ രൂപഭാവങ്ങളോട് കൂടിയ ബ്രഹ്മത്തിനോട് മാത്രമേ സാധ്യമാകുള്ളൂ. നിർഗുണബ്രഹ്മത്തെ നമുക്ക് എങ്ങനെ പൂജിക്കാൻ പറ്റും? നമ്മുടെ അകവും പുറം നിറഞ്ഞേക്കുന്ന ഏകമായ ശക്തിയെ താനായിട്ട് തനിക്കൊരു വ്യക്തിത്വം എടുത്തുകൊണ്ടല്ലേ തനിക്ക് പൂജിക്കാൻ സാധിക്കുള്ളൂ. ഒരു ഭക്തൻ ഭഗവാൻ, അല്ലെങ്കിൽ ആരാധകൻ ആരാധനാമൂർത്തി, ഇങ്ങനൊരു ഭേദഭാവം ഇല്ലാതെ നമുക്ക് ഒരു ക്രിയയും ഒരു കർമ്മവും സാധ്യമല്ല. അപ്പം ബ്രഹ്മമായിട്ടുള്ള യാതൊരു ഇടപാടും നമുക്ക് സാധ്യമല്ല. സാധ്യമാണെങ്കിൽ അതിനൊരു സഗുണഭാവം നമ്മൾ നൽകിയാലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സഗുണഭാവത്തിലുള്ള ഏതെങ്കിലും രൂപസങ്കല്പത്തോടു കൂടിയ മൂർത്തികളാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സഗുണഭാവത്തിൽ വരുമ്പോൾ നമ്മൾ വ്യക്തിത്വം, ഒരു വ്യക്തിക്ക് എങ്ങനെ വ്യക്തിത്വം ഉണ്ടോ ആ വ്യക്തിത്വം പോലെ ആ മൂർത്തിക്കൊരു വ്യക്തിത്വമുണ്ട്. ഇപ്പോൾ ശബരിമല ധർമ്മശാസ്താവ് എന്ന് നമ്മൾ പറയുന്നത്, ശബരിമല അയ്യപ്പൻ നമ്മൾ പറയുന്നത്, ഐതിഹ്യം അനുസരിച്ചിട്ട് പന്തള രാജകൊട്ടാരത്തിൽ നിന്ന് പോയൊരു യോഗീശ്വരൻ അവിടെ പോയി സമാധിയായി, അല്ല തപസ്സിരുന്ന് സമാധിയായി നമ്മൾ വിശ്വസിക്കും. അപ്പോൾ ആ യോഗീശ്വരനെ പൂജിക്കണമെങ്കിൽ, അവിടെ ഒരു ക്ഷേത്രം വരണമെങ്കിൽ അങ്ങനെ സാധാരണഗതിയിൽ തന്ത്രശാസ്ത്രത്തിൽ വിധികളൊന്നുമില്ല. തന്ത്രശാസ്ത്രത്തിൽ കുറേ ദേവതകൾക്കുള്ള വിധികളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇന്ന ദേവതകൾക്ക്, വിഷ്ണുവിന്, ശിവന്, ദേവിക്ക്, അങ്ങനെ ഓരോ ദേവതകൾക്കുള്ള പൂജാവിധികൾ, അവരുടെ മൂർത്തി കൽപ്പന, അവരുടെ ധ്യാനമന്ത്രങ്ങൾ, ഇതൊക്കെയാണ് തന്ത്രശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു യോഗി സമാധി ആകുന്ന സമയത്ത്, അല്ല അവിടെ തപസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചൈതന്യമുണ്ട്. സാധാരണഗതിയിൽ പണ്ട് ഋഷീശ്വരന്മാർ പലപ്പോഴും അവരുടെ ശരീരം നശ്വരമാണ്, അത് എല്ലാ കാലത്തും നിലനിൽക്കത്തില്ല. അപ്പോൾ അവർ തപസ്സിൽ കൂടി ആർജിച്ച ശക്തികൾ, പ്രാണ ഊർജം, ലോകമംഗളകരമായ ശക്തി, ആ ശക്തിയെ അവർ താൻ ഉപാസിച്ചിരുന്ന വിഗ്രഹത്തിൽ സമാവേശിപ്പിച്ച ശേഷമാണ് ഭൗതിക ശരീരം വെടിഞ്ഞിരുന്നത്. അപ്പോൾ ആ വിഗ്രഹം ഈ യോഗിയെപ്പോലെ തന്നെ ചൈതന്യവത്തായ ഒരു വ്യക്തിത്വമായിട്ട് ഭക്തന്മാർക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരുന്നു. അപ്പം ആ സ്വന്തം പ്രാണശക്തിയിൽ നിന്നാണ് ആ വിഗ്രഹത്തിന് ചൈതന്യം, തന്ത്രിയാകട്ടെ അല്ലെങ്കിൽ യോഗീശ്വരനാകട്ടെ, ഏതെങ്കിലും ജ്ഞാനിയായിക്കൊള്ളട്ടെ, ആരാണെങ്കിലും ശരി, ഈ വിഗ്രഹത്തിന് ഒരു ചൈതന്യം കിട്ടുന്നത് അതൊരു വ്യക്തിയിൽ നിന്നൊരു മനുഷ്യനിൽ നിന്ന് മാത്രമേ ആ വിഗ്രഹത്തിന് ചൈതന്യം പകരാൻ സാധിക്കുള്ളൂ. മനുഷ്യൻ്റെ കർമ്മം കൊണ്ടാണ് ആ വിഗ്രഹത്തിന് ചൈതന്യം സമാവേശിപ്പിക്കുന്നത്. ഒരു കാന്തത്തിൽ എങ്ങനെയാണ് കാന്തശക്തി നമ്മൾ കൊടുക്കുന്നത്, അതേപോലെ ആ വിഗ്രഹത്തിൽ ശക്തി നമ്മൾ
സംജാതമാക്കുന്നു. ആ ശക്തിക്ക് ദീർഘകാലം നിലനിൽക്കാൻ പറ്റും. ശരീരത്തിനെ പോലെ പെട്ടെന്ന് നശിച്ചു പോവില്ല. ദീർഘകാലം നിൽക്കാൻ പറ്റും. പല ആത്മജ്ഞാനികളുടെയും സമാധി സ്ഥാനങ്ങളിൽ തപസ് ചെയ്ത ഇടങ്ങളൊക്കെ അവിടെയൊക്കെ അവരുടെ നിത്യമായ സാന്നിധ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം അവിടെ അവർക്ക് ഭക്തന്മാർക്ക് വളരെയധികം സമ്പത്ത് അവിടെ അനുഭവങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നു. അവിടെ ഭക്തന്മാർ ആ ഭാഗത്തിനുള്ള വിശ്വാസം വളരെ വർദ്ധിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അനേക അയ്യപ്പ ക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ടെങ്കിലും കേരളത്തിൽ ധാരാളം ഉണ്ടെങ്കിലും ശബരിമലയ്ക്കുള്ള പ്രത്യേകത അവിടെ യോഗീശ്വരൻ്റെ സമാധിയാണ്, തപസ് ചെയ്ത സ്ഥലമാണ്. ആ ചൈതന്യമാണ് വാസ്തവത്തിൽ ഭക്തന്മാർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ തന്ത്രിയോ പൂജാരിയോ ചെയ്യുന്ന പൂജ കൊണ്ട് കിട്ടുന്ന ചൈതന്യം അതൊരു അക്യൂറേത്തിൽ മത്സ്യത്തിന് ആഹാരം ഇട്ട് കൊടുക്കുന്ന പോലെ അല്പമായ ചൈതന്യം അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ശബരിമല നിലനിൽക്കുന്ന ചൈതന്യം അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു യോഗീശ്വരൻ്റെ ആ ജീവിതത്തിൽ ചെയ്ത തപസ്സിൻ്റെ ഫലമാണ് ആ ശബരിമലയുടെ ചൈതന്യത്തിൻ്റെ അടിസ്ഥാനം. അതിന് വലിയ ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാക്കാൻ നമ്മുടെ തന്ത്രിമാർക്കോ പൂജാരിമാർക്കൊന്നും സാധ്യമല്ല. അവിടെ തന്നെ ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടാവും. ദീർഘകാലം, ഒരുപക്ഷെ ഒരു കൽപ്പാന്തം വരെ അതിന് നിലനിൽക്കാൻ സാധിക്കും. അപ്പോൾ ഭക്തന്മാർ അവിടെ പോകുമ്പോൾ ആ ചൈതന്യം സ്വീകരിക്കണമെങ്കിൽ, ഏറ്റവും കാര്യക്ഷമമായിട്ട് സ്വീകരിക്കണമെങ്കിൽ അവർ സ്വയം ചില നിയമങ്ങൾക്ക് വിധേയരായിട്ട് പോകണം. എങ്കിൽ മാത്രമേ ആ ചൈതന്യത്തിൻ്റെ പ്രയോജനം അവരുടെ ജീവിതത്തിൽ ശരിക്കും ലഭിക്കുകയുള്ളൂ. ഒരു മരുന്ന് നമുക്ക് ശരീരത്തിൽ പ്രയോജനം ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകളാണെങ്കിൽ അതിൻ്റെ പഥ്യം കൂടി അനുഷ്ഠിച്ചേ പറ്റുള്ളൂ. പഥ്യം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് മരുന്ന് കൂടെ വേണ്ടാന്നാണ് ആയുർവേദ വൈദ്യന്മാർ പറയുന്നത്. മരുന്നില്ലാതെ തന്നെ പഥ്യം കൊണ്ട് തന്നെ രോഗം ഭേദമാക്കാൻ സാധിക്കും. ഇനി പഥ്യം അനുഷ്ഠിക്കാത്ത ആളിനാണെങ്കിൽ എന്തെല്ലാം മരുന്ന് കൊടുത്താലും ദിവ്യ ഔഷധങ്ങൾ കൊടുത്താലും ആ രോഗം ഭേദമാകത്തുമില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ ഇപ്പോൾ ഭവരോഗം എന്ന് പറയുന്ന ഈ വലിയ രോഗത്തിനാണ് ചികിത്സ തേടിയാണ് നമ്മളവിടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുന്നത്, ക്ഷേത്ര സന്നിധിയിലേക്ക് പോകുന്നത്, ക്ഷേത്ര ദർശനത്തിന് പോകുന്നത്. അവിടെ ദർശിക്കുന്നത് മറ്റൊരു വ്യക്തിയല്ല ദർശിക്കുന്നത്, നമ്മുടെ തന്നെ ആത്മഭാവത്തെയാണ് നമുക്ക് അവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് നമ്മുടെ തന്നെ പരിശുദ്ധമായ ഒരു ആത്മഭാവത്തിൻ്റെ ദർശനമാണ് നമുക്ക് ആ ക്ഷേത്ര സങ്കേതത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ ആ ദർശനം ലഭിക്കണമെങ്കിൽ അതിനുള്ളൊരു യോഗ്യത നമ്മൾ നേടിയെടുക്കണം. അതിനാണ് ഈ വ്രതങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വ്രതാനുഷ്ഠാനത്തോടു കൂടി ആചാരങ്ങൾ അനുസരിച്ച് കൊണ്ട് നമ്മളവിടെ പോകുമ്പോൾ നമുക്കതിൻ്റേതായൊരു പ്രയോജനം നിശ്ചയമായിട്ടും ഉണ്ടാകും. അപ്പോൾ വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ നോക്കിയാൽ പോലും വളരെ വർഷങ്ങളായിട്ട് ശബരിമല പൊതുവെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. വളരെ സമീപകാലത്താണ് ആ നിയന്ത്രണം കുറച്ചിട്ട് ഇന്ന പ്രായത്തിലുള്ള സ്ത്രീകൾ മാത്രം പോകാൻ പാടില്ല എന്നൊരു കോടതി വിധി വന്നിട്ട് അതനുസരിച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.